നിങ്ങൾ ഓൾറെഡി കുറെ ക്ലാസ്സുകളും എല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, റിവിഷൻ ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SSLC എക്സാമിന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ സമ്മപ്പ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള നോക്കിക്കോളൂ. ഒന്നാമത്തെ ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പൊ ഇതിൽ നിന്ന് ഏതെല്ലാം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കിക്കോളൂ, ജനറ്റിക്സ് ഓഫ് ലൈഫ്. മലയാളം എന്താണ്? ജീവന്റെ ജനിതകം എന്നുള്ളതാണ് മലയാളം. അപ്പൊ ഞാൻ മലയാളം പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് പറയുന്നത് ജീൻ എഡിറ്റിംഗ് ആണ്. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതിൽ എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് DNA-യിലുള്ള ജീനുകളിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. DNA-യിലുള്ള ജീനുകൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ജീൻ എഡിറ്റിംഗ് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് എ പ്രോസസ്, ഒരു പ്രോസസ്സാണ്. അതിൽ എന്താ ചെയ്യുന്നത്? വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. എന്തില്? നമ്മുടെ ജീനിൽ. ജീൻ എവിടെയാണ് കിടക്കുന്നത്? DNA-യിൽ. മനസ്സിലായല്ലോ, ഒന്നാമത്തെ കാര്യം മനസ്സിലായി. ഇനി നോക്കിക്കേ, DNA എവിടെയാ പ്രോപ്പറായിട്ട് കിടക്കുന്നത്? DNA is located in the chromosomes found inside the nucleus. ഓക്കെ, നമ്മുടെ സെല്ലുണ്ട്, സെല്ലിന് പുറമെയായിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ട് DNA is located in the chromosomes found in the nucleus. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രോമസോംസ് ഉണ്ട്. അതിനുള്ളിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ DNA കിടക്കുന്നത്. മനസ്സിലായല്ലോ. 1953 ജെയിംസ് വാട്സണും കൂടെ ഫ്രാൻസിസ് ക്രിക്കും കൂടിയിട്ടാണ് ഈ DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡല് എന്ത് ചെയ്തത്? പ്രപ്പോസ് ചെയ്തത്, മുന്നോട്ട് വെച്ചത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ അത് പറഞ്ഞു. ജെയിംസ് വാട്സണും ആരൊക്കെയായിരുന്നു? ഫ്രാൻസിസ് ക്രിക്കും പ്രപ്പോസ്ഡ് ദ സ്ട്രക്ചർ ഓഫ് DNA. എന്തിന്റെ ബേസിലായിരുന്നു? ബേസ്ഡ് ഓൺ ദി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ റോസലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഈ ഒരു രണ്ട് പേര് കൂടി പഠിക്കണം. അപ്പൊ എത്ര 4 പേരുകളും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കണം. ആരൊക്കെയായിരുന്നു? നമ്മുടെ ഫസ്റ്റ് പറഞ്ഞത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അതേപോലെ തന്നെ പിന്നെ പഠിക്കേണ്ടത് റോസലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറീസ് വിൽക്കിൻസ്. ഈ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ആസ് പെർ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA നമ്മൾ പറഞ്ഞു, ഡബിൾ ഹെലിക്കൽ മോഡലാണെന്ന് പറഞ്ഞു. അതായത് ഒരു ചുറ്റുകോവണിയുടെ മാതൃകയിലാണ് നമ്മുടെ DNA ഉള്ളത്. അപ്പോൾ അത് പ്രകാരം ആസ് പെർ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ഹാസ് 2 strands. അപ്പൊ DNA-ക്ക് 2 സ്ട്രാൻഡുകൾ ഉണ്ട് കേട്ടോ, 2 ഇഴകളുണ്ട്. മലയാളത്തിൽ 2 ഇഴകളുണ്ട്. ഓക്കെ, ദ സ്ട്രാൻഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഷുഗർ, ഫോസ്ഫേറ്റ്. ദ റങ്സ് ഓഫ് DNA, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്, 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുന്നത്, DNA-യുടെ മാതൃക എന്ത് ഷേപ്പിലേക്ക് എടുക്കുന്നത്? ഒരു ചുറ്റുകോവണിയുടെ ഷേപ്പിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ചുറ്റുകോവണിയുടെ ഷേപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ട്രാൻഡുകൾ, ഈ ഇഴകൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നടന്നു പോകുന്ന പാലം ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കാം. ഒരു റെയിൽ നമ്മൾ വിചാരിക്കാം, ഒരു പാലം. അപ്പൊ നമ്മൾ കൈവരികൾ ഉണ്ടായാലും നമ്മൾ പിടിച്ചു പോകുന്ന സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ പിടിച്ചു പോകുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇഴകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 സ്ട്രാൻഡുകൾ ഉണ്ട്. ഓക്കെ, ആ സ്ട്രാൻഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഷുഗറും ഫോസ്ഫേറ്റും. അതായത് ഇതൊരു കോണിപ്പടി പോലെയാണെന്ന് പറഞ്ഞു, ചുറ്റുകോവണിയുടെ മാതൃക എന്ന് പറഞ്ഞു. ഈ ചുറ്റുകോവണിയുടെ നമ്മൾ പിടിച്ചു കയറുന്ന ഭാഗം എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ കൂടി മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഷുഗറിന്റെ സ്ട്രക്ചർ വന്നിട്ട് ഒരു ഡയമണ്ട് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഷുഗർ ഡയമണ്ട് പോലെയാണ്, ഒരു ക്രിസ്റ്റൽ പോലെയാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചില പേരുകൾ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് വരും. അപ്പോൾ ഷുഗർ ഒരു ഡയമണ്ട് സ്ട്രക്ചറിലേക്ക് എടുക്കുന്നത്. പിന്നെ ഫോസ്ഫേറ്റ്, ഓന്റെ ഷേപ്പിലുള്ളതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടയാളപ്പെടുത്താനായിട്ട് ഞാൻ കാണിക്കാം. ഫോസ്ഫേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ പിടിച്ചു പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ പടികൾ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ നൈട്രജൻ ബേസുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. @GC എന്ന് പഠിച്ചാൽ മതി കേട്ടോ. @GC എന്ന് പഠിക്കുക, @GC. ഓക്കെ, അപ്പൊ അഡിനിൻ ഓൾവേസ് എന്തുമായിട്ട് മാത്രമേ ജോഡി ചേരുകയുള്ളൂ? അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് മാത്രമേ ജോഡി ചേരുകയുള്ളൂ. അതും കൂടി മനസ്സിലാക്കി വെക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞു, ആസ് പെർ ഡബിൾ ഹെലിക്സൽ മോഡൽ ഓഫ് DNA ഹാസ് 2 strands, 2 ഇഴകളുണ്ട്. ദ സ്ട്രാൻഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഈ 2 സ്ട്രാൻഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഷുഗറും ഫോസ്ഫേറ്റും വെച്ചിട്ടാണ്. ദ റങ്സ് ഓഫ് DNA ആർ ഫോംഡ് ബൈ ദി പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. ഇനി അതിന്റെ പടികൾ ഉണ്ടല്ലോ, ഈ പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? നൈട്രജൻ ബേസുകൾ വെച്ചിട്ടാണ്. എന്താണ് നൈട്രജൻ ബേസുകൾ? ഏതൊക്കെയെന്ന് പറഞ്ഞു? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, മനസ്സിലായല്ലോ. സോ DNA contain
4 നൈട്രജൻ ബേസുകൾ. എത്ര ബേസുകൾ ഉണ്ട്? 4 നൈട്രജൻ ബേസുകൾ ഉണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞു? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ. ഇൻ DNA ദി നൈട്രജൻ ബേസ് അഡിനിൻ പെയർസ് വിത്ത് തൈമിൻ. നമ്മൾ പറഞ്ഞു അഡിനിൻ ആരുമായിട്ട് മാത്രമേ ജോഡി ചേരുകയുള്ളൂ, പെയർ ചെയ്യുള്ളൂ? അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും മാത്രമേ പെയർ ചേരുകയുള്ളൂ. ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ന്യൂക്ലിയോടൈഡ് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ആൻഡ് RNA. DNA ആണെങ്കിലും RNA ആണെങ്കിലും അതിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് കൂടി പറയാം. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസുകൾ. ഇത് കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ എത്ര തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ഉണ്ട്? 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഷുഗർ, ഫോസ്ഫേറ്റ്, അഡിനിൻ, ഷുഗർ, ഫോസ്ഫേറ്റ്, തൈമിൻ, ഷുഗർ, ഫോസ്ഫേറ്റ്, ഗ്വാനിൻ, ഷുഗർ, ഫോസ്ഫേറ്റ്, സൈറ്റോസിൻ. മനസ്സിലായല്ലോ? ഇങ്ങനെ 4 തരത്തിലുള്ള എന്തുണ്ട്? ന്യൂക്ലിയോടൈഡുകൾ എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ന്യൂക്ലിയോടൈഡ് പറഞ്ഞു. ഓക്കെ, ന്യൂക്ലിയോടൈഡ് പറഞ്ഞു. The basic building blocks on each nucleotide in DNA is composed of a deoxyribose sugar, a phosphate group and a nitrogen base. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവണം? ഒരു ഷുഗർ ഉണ്ടാവണം, ഷുഗർ മോളിക്യൂൾ ഉണ്ടാവണം. ഏത് തരത്തിലുള്ള ഷുഗർ ഉള്ളത്? DNA ഉള്ളത് ഡിയോക്സിറൈബോസ് ഷുഗർ ആണുള്ളത് കേട്ടോ. DNA ആണെങ്കിൽ ഡിയോക്സിറൈബോസ് ഷുഗറും RNA ആണെങ്കിൽ റൈബോസ് ഷുഗർ ആണുള്ളത്. ഓക്കെ. ഡിയോക്സിറൈബോസ് ഷുഗർ ഉണ്ട്, പിന്നെ ഫോസ്ഫേറ്റ് തന്മാത്ര ഉണ്ട്, പിന്നെ ഒരു നൈട്രജൻ ബേസും ഉണ്ട്. ഓക്കെ. അപ്പൊ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്. അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. ഇനി DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ദി ക്രോമസോം. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ പറ്റും, ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത് DNAയും ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ടു ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെത്ത്, എത്ത്, പ്രൊപ്പോ, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നൊണ്, ഡെക്ക് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മെത്ത്, എത്ത്, പ്രൊപ്പോ, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, 8. മനസ്സിലായോ? 8. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇനി ന്യൂക്ലിയോസോം എന്താന്ന് പറഞ്ഞേ? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ്. എങ്ങനെ ഉണ്ടാവുന്ന? ഫോംഡ് വെൻ DNA strands, DNAയുടെ സ്ട്രാൻഡുകൾ, ഇഴകള് വൈൻഡ് അറൌണ്ട് എ ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായില്ലേ? 8 ഹിസ്റ്റോണുകൾ കൂടി ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായില്ലേ? ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNAയുടെ ഇഴകള്, 2 ഇഴകൾ ഉണ്ടല്ലോ, ആ ഇഴകൾ ചുറ്റി തിരിഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിയോസോം ഉണ്ടാവുന്നത്. ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ്. ഇനി ക്രോമസോമുകൾ എങ്ങനെ ഉണ്ടാവുന്നത്? ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ് ആൻഡ് റീകോയിലിംഗ് ദ ചെയിൻസ് ഓഫ് ന്യൂക്ലിയോസോംസ്. ഓക്കെ. ക്രോമാറ്റിഡ് ആണ്. ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് ആർ ദി പാർട്സ് ഓഫ് ക്രോമസോം. ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് ക്രോമസോമിന്റെ ഭാഗങ്ങളാണ്. ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സെൻട്രോമിയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സെൻട്രോമിയർ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ക്രോമസോമിന്റെ ഭാഗങ്ങളാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈച്ച് സ്പീഷീസ് പോസസ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ്. ഓരോ ജീവി വർഗത്തിനും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോമുകൾ ഉണ്ട്. ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യം പറയുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് 46 ക്രോമസോമുകളാണ് ഉള്ളത്. 23 എണ്ണം വരുന്നത്, 23 പെയറുകളാണെന്ന് പറയാൻ പറ്റും, 46 എണ്ണമാണെന്ന് പറയാൻ പറ്റും. 46 ക്രോമസോംസ് ആണുള്ളത്, 23 പെയറാണ്, തെറ്റിക്കരുത്. ഈ 46 എണ്ണത്തിൽ 44 എണ്ണം വരുന്ന സ്വരൂപ ക്രോമസോമുകളാണ്, അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ബാക്കി 2 വരുന്ന എക്സും വൈ ആണ് നമ്മുടെ സെക്സ് ക്രോമസോംസ്, അല്ലെങ്കിൽ ലിംഗ ഹോർമോണുകൾ, ലിംഗ ക്രോമസോമുകൾ എന്നറിയപ്പെടുന്ന ഹോർമോണുകൾ, ക്രോമസോംസ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞു. ഓക്കെ. 23 പെയറുകളാണെന്ന് പറഞ്ഞു. 23 പെയറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 22 പെയർ വരുന്നത് സൊമാറ്റിക് ക്രോമസോംസും 1 പെയർ വരുന്നത് സെക്സ് ക്രോമസോംസും ആണ്. മനസ്സിലായല്ലോ? സോ സൊമാറ്റിക് ക്രോമസോംസ് എന്താണ്? സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ്. അപ്പോൾ സൊമാറ്റിക് ക്രോമസോംസ് ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. മനുഷ്യന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ് ആണ്. There are 22 pairs of somatic chromosomes. 22 പേര് സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്, 1 പേര് സെക്സ് ക്രോമസോംസ് ഉണ്ട്. പെയർ എന്ന് പറയുമ്പോൾ എണ്ണം വെച്ച് വരുമ്പോൾ അതിന്റെ ഡബിൾ, അതായത് 46 ക്രോമസോംസ്, 44 എണ്ണം വരുന്ന സൊമാറ്റിക്കും ബാക്കി വരുന്ന എക്സും വൈ ആണ് സെക്സ് ക്രോമസോംസ് വരുന്നത്. സെക്സ് ക്രോമസോംസ് ആർ ഓഫ് 2 types. 2 തരത്തിലുള്ളതാണ് സെക്സ് ക്രോമസോംസ് വരുന്നത്. ഏതൊക്കെയാണ്? എക്സും വൈയും. ഇനി ഫീമെയിൽ ഏതാണുള്ളത്? ഫീമെയിൽ ഉള്ളത് എക്സും മാത്രമാണ്. മെയിൽ ഉള്ളത് ഏതാണ്? എക്സും വൈയും ആണ് ആണുങ്ങളിലുള്ളത്.
അപ്പൊ പണ്ടൊക്കെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകൾക്ക് വലിയ താല്പര്യമില്ല. ബിക്കോസ് കുഞ്ഞുങ്ങൾ ഈ പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് മാരേജ് ചെയ്യണം, അതിന് വലിയ എക്സ്പെൻസ് ആണ്. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു, ഈ ഫീമെയിൽ ഫീറ്റിസൈഡ്, അതായത് പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണ ഹത്യ ചെയ്യുമായിരുന്നു. അത് ഭ്രൂണത്തിനെ കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പൊ നമ്മുടെ ജെൻഡർ ഏതാണ് നമ്മൾ ഇപ്പൊ അറിയാം. ലൈക്ക് നമ്മുടെ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, പക്ഷെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്, റിവീൽ ചെയ്യാനായിട്ട് പാടില്ല. പാരന്റ്സിനോട് പറയരുത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള പ്രയോർ പറയരുത് എന്നുള്ള റൂൾ ഉണ്ട്. ഓക്കെ, കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാന്നുള്ളതല്ലോ. പക്ഷെ കുറെ ഒക്കെ പറയുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, സോ വാട്ട്സ് എവർ. അപ്പൊ ഇനി ഇതിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും ആണെങ്കിൽ ഫീമെയിൽ ആണ്, എക്സും വൈയും ആണെന്നുണ്ടെങ്കിലാണ് മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഒരു എക്സ് ഫീമെയിലിന്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ മെയിലിന്റെ ഒരു എക്സോ അല്ലെങ്കിൽ ഒരു വൈയോ കൂടിച്ചേരാം. എക്സും ആണ് കൂടിച്ചേരുന്നത് പെൺകുഞ്ഞും, എക്സും വൈയും ആണ് കൂടിച്ചേരുന്നതിൽ ആൺകുട്ടിയുമാണ് ഉണ്ടാവുന്നത്. സോ ആൺകുട്ടിയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിലാണ് കേട്ടോ, അച്ഛന്മാരാണ്. കാരണം അച്ഛന്മാരിൽ നിന്നാണ് ചിലപ്പോൾ ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ വൈ വരുന്നത്. അമ്മമാരിൽ നിന്ന് എക്സ് മാത്രമേ വരുന്നുള്ളൂ. സോ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഒരു കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഡിസൈഡ് ചെയ്യുന്നതിൽ അമ്മമാർക്ക് വലിയ പങ്കില്ല എന്ന് മനസ്സിലാക്കി വെക്കേണ്ട. ജീൻ എന്ന് പറയുന്നത് അടുത്ത ജീനാണ്. ജീൻ എന്ന് പറയുന്നത് ഇസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അപ്പൊ ജീൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, DNA-യിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്, ഒരു ക്രമമാണെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി പ്രോട്ടീൻ വിച്ച് ആർ സിന്തസൈസ്ഡ്. ഇനി പ്രോട്ടീൻസിനെ പറ്റി പറയുന്നുണ്ട്. പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ആൻഡ് ഫോർ കൺട്രോളിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രോട്ടീന്റെ കാര്യം ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു സെല്ലുണ്ട്, സെല്ലിന്റെ ഏറ്റവും പുറമായിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. അപ്പൊ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞു DNA ജീനുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ കാര്യം ഇതേ സ്റ്റെപ്പുകൾ മനസ്സിലാക്കി വെക്കേണ്ട. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള DNA-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമുക്ക് പറയാം DNA കനോട്ട് സിന്തസൈസ് പ്രോട്ടീൻ ആസ് ഇറ്റ് ഓൺ. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് പ്രോട്ടീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ഈ സ്റ്റെപ്പുകൾ ഞാൻ ചോദിക്കാം, മീൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, DNA-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, DNA-ക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് DNA-ക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ടുള്ള കഴിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ DNA ആരുടെ സഹായം തേടും, RNA-യുടെ സഹായം തേടും. അങ്ങനെ DNA-യിൽ നിന്നുള്ള മെസ്സേജസുമായിട്ട് RNA, ഒരു തരത്തിലുള്ള RNA കുറേ തരത്തിലുള്ള ഉണ്ട്. അപ്പൊ DNA-യിൽ നിന്നുള്ള മെസ്സേജസുമായിട്ട് ഒരു തരത്തിലുള്ള RNA പുറത്തേക്ക് വരും. ഓക്കെ, ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ, എന്തുകൊണ്ടെന്നു, DNA-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പൊ ആരുടെ സഹായം തേടും, നമുക്ക് RNA-യുടെ സഹായം തേടും. RNA എന്ത് ചെയ്യും, DNA-യിൽ നിന്നുള്ള മെസ്സേജസുമായിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ പുറത്തു വരുന്ന DNA-യിലെ മെസ്സേജസുമായിട്ട് പുറത്തു വരുന്ന RNA-യുടെ പേരാണ് mRNA എന്ന് പറയുന്നത്. mRNA. ഓക്കെ, അപ്പൊ mRNA പുറത്തു വന്നല്ലോ. ഇതിന് ഒരു പേരുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, mRNA പുറത്തു വന്നു, ഇതൊരു കഥ പോലെ മനസ്സിലാക്കി വെക്കേണ്ട. ഇനി പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത്, അതായത് ഒരു സ്ഥലം വേണമല്ലോ, ഈ പ്രോട്ടീൻ നിർമ്മിക്കുന്ന സ്ഥലം. ഇത് റൈബോസോം എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ സെല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ റൈബോസോം ആണ് എന്തുന്നത്, നമ്മുടെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ അവിടേക്ക് എത്തണം. അപ്പൊ നമ്മൾ DNA-യുടെ മെസ്സേജസുമായിട്ട് RNA-യുടെ പേരെന്താണെന്നറിയോ, DNA-യിൽ നിന്നുള്ള മെസ്സേജസ് ക്യാരി ചെയ്യുന്നത് കൊണ്ട് RNA-യുടെ പേര് mRNA എന്നാണ്, മെസ്സഞ്ചർ RNA എന്നാണ്. അങ്ങനെ മെസ്സഞ്ചർ RNA എവിടെ എത്തി, നമ്മുടെ റൈബോസോമിലെത്തി. ഈ പ്രോട്ടീൻ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അമിനോ ആസിഡുകൾ വേണം. ബിക്കോസ് അമിനോ ആസിഡ്സ് ആർ നോൺ ആസ് ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. അപ്പൊ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് അമിനോ ആസിഡുകളാണ്. അപ്പോൾ അമിനോ ആസിഡുകളും എവിടെ എത്തണം, അമിനോ ആസിഡുകൾ നമ്മുടെ റൈബോസോമിൽ എത്തണം. ഓക്കെ, ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എൻ ഐഡിയ, നമുക്കൊരു ഐഡിയ വേണം. അതുപോലെ തന്നെ വി നീഡ് ബ്രിക്സ് ആൻഡ് അതിന്റെ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലേ. അപ്പൊ അതേപോലെ തന്നെ മെസ്സേജസുമായിട്ട് നമ്മളെ mRNA വന്നു. ഇനി നമുക്ക് എന്താവശ്യമുണ്ട്, ഇത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമിനോ ആസിഡുകൾ വേണം. ബിക്കോസ് അമിനോ ആസിഡ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടുള്ള അമിനോ ആസിഡുകൾ കൊണ്ടുവന്നു. ഇത് ആരാ കൊണ്ടുവരുന്നത്, ഇത് കൊണ്ടുവരുന്ന വേറൊരു RNA ആണ്. ആ RNA-യുടെ പേരാണ് ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. mRNA വന്നല്ലോ, മെസ്സഞ്ചർ RNA, tRNA വന്നല്ലോ, ട്രാൻസ്ഫർ RNA.
ഓക്കെ. അതുകൂടാതെ റൈബോസോമിന്റെ ഉള്ളിൽ കുറച്ച് പണിക്കാരുണ്ട്. ഈ സാധനമൊക്കെ കൂട്ടിച്ചേർത്തിട്ട് മെസ്സേജസും കിട്ടി, സാധനവും കിട്ടി, ഈ റോ മെറ്റീരിയൽസും കിട്ടി. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് അവിടെ കുറച്ച് പണിക്കാരുണ്ട്. അവരെ പറയുന്നതാണ് RNA അല്ലെങ്കിൽ റൈബോസോമൽ RNA എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 3 തരത്തിലുള്ള RNA നമ്മൾ പഠിച്ചില്ലേ? mRNA, പിന്നെ tRNA ആൻഡ് rRNA. അപ്പൊ mRNA എന്തുട്ടാ? mRNA എന്ന് പറഞ്ഞാൽ എന്തുട്ടാന്ന് പറഞ്ഞു? DNA സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല, അതുകൊണ്ട് RNAയുടെ സഹായം തേടും. സോ DNA എന്നുള്ള മെസ്സേജസുമായിട്ട് RNA പുറത്തു വരും. മെസ്സേജസ് കൊണ്ടുവരുന്ന RNA ആയതുകൊണ്ട് അതിന്റെ പേരാണ് mRNA എന്ന് പറയുന്നത്. അമിനോ ആസിഡുകൾ വേണം പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അമിനോ ആസിഡുകൾ കൊണ്ടുവരുന്ന RNA ട്രാൻസ്ഫർ ചെയ്യല്ലേ ചെയ്യുന്നത്. സോ അതിനെ tRNA എന്ന് പറയും. പിന്നെ റൈബോസോമിന്റെ ഉള്ളിലായിട്ട് നമുക്ക് റൈബോസോമൽ RNA എന്ന് പറയുന്ന rRNA ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള RNAകൾ ഉണ്ട്. മനസ്സിലായല്ലോ? 3 തരത്തിലുള്ള RNAകൾ ഉണ്ട്. RNAയുടെ ഒരു തന്നിട്ട് എന്താ RNA എന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒരു കോമ്പ് പോലെ ചീർപ്പുണ്ടല്ലോ, ചീർപ്പിന്റെ ആകൃതിയിലുള്ളത് വരുന്നത് mRNA എന്ന് മനസ്സിലാക്കി വെക്കാം. T ഷേപ്പിൽ വരുന്നത് tRNA എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ കുറെ ഫ്രാക്ഷൻസ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ rRNA ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയാണ് വരുന്നത്. സോ ദ ന്യൂക്ലിക് ആസിഡ് RNA ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദി സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു RNAക്ക് വലിയ റോൾ ഉണ്ടല്ലോ. കാരണം യെസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാ? DNA സ്വന്തമായിട്ട് ആഹാരമല്ലടാ, DNA സ്വന്തമായിട്ട് പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് കഴിയില്ല. ആരുടെ സഹായം വേണം? തീർച്ചയായിട്ടും നമ്മുടെ RNAയുടെ സഹായം വേണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് RNAക്ക് വലിയൊരു പങ്കുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈച്ച് ഓഫ് ദ ന്യൂക്ലിയോടൈഡ് ഇൻ RNA contains a ribose sugar, a phosphate group and a nitrogenous base. Okay, നമ്മൾ രണ്ടും തമ്മിലൊന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. DNA and we have DNA and RNA. RNA ഉണ്ട്, DNA ഉണ്ട്. DNA-ലാണെങ്കിൽ എത്ര ഇഴകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ we have 2 ഇഴകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടില്ലേ? 2 ഇഴകൾ നമ്മളെ DNA-ലുണ്ട്. ഇവിടെ എത്ര ഇഴകളുള്ളൂ? RNA-ക്കാണെങ്കിൽ 1 ഇഴ മാത്രമേ ഉള്ളൂ. ഇത് പഠിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. DNA-ക്ക് 2 ഇഴകളുണ്ട്, RNA-ക്ക് 1 ഇഴ മാത്രമേ ഉള്ളൂ. DNA-യിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ഷുഗർ ആണ്. RNA-യിലുള്ള ഷുഗർ എന്ന് പറയുന്നത് റൈബോ ഷുഗർ ആണ്. ഫോസ്ഫേറ്റ് അത് രണ്ടിലും ഉണ്ട്, സെയിം. ഇനി നൈട്രജൻ ബേസുകൾ DNA ആണെങ്കിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ATGC എന്നാണ് ആലോചിച്ച് വെക്കുക. പക്ഷെ ഇവിടെ അഡിനിൻ തൈമിന് പകരം യുറാസിലാണ്. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അഡിനിൻ തൈമിൻ ഉണ്ടായിരുന്നു, ഇവിടെ തൈമിന് പകരം യുറാസിലാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, സോ നൈട്രജൻ ബേസസ് ഇൻ RNA അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ ആണ്. കിട്ടിയല്ലോ? ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദി RNAs ഹാവ് എ സിംഗിൾ സ്ട്രാൻഡ്. അപ്പൊ മിക്കവാറും RNA-കൾക്ക് സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഏതൊക്കെയാണ് ട്രാൻസ്ക്രിപ്ഷൻ? അപ്പൊ നിങ്ങൾ ഇരിക്കും എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞില്ലേ DNA-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് RNA-യുടെ സഹായം തേടി DNA എന്നുള്ള മെസ്സേജസുമായിട്ട് RNA പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ? അതിനെ പറയുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ റൈബോസോമിലോട്ട് എത്തിയിട്ട് നമ്മുടെ tRNA അമിനോ ആസിഡുകൾ കൊണ്ടുവന്നു, റൈബോസോമിന്റെ ഉള്ളിലായിട്ട് rRNA ഉണ്ട്, ഈ മെസ്സഞ്ചർ RNA കൊണ്ടുവന്നിട്ടുള്ള മെസ്സേജസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് പ്രോട്ടീൻ സിന്തസിസ് റൈബോസോമിൽ വെച്ച് നടക്കുന്നതിനെ പറയുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ ആണല്ലോ? ഓക്കെ, ഇനി ഹെറിഡിറ്റി, പാരമ്പര്യം എന്നുള്ളതാണ്. അതായത് അച്ഛനമ്മമാരുടെ സവിശേഷതകൾ, ഫിസിക്കൽ, മെന്റൽ ട്രേറ്റുകൾ, പ്രത്യേകതകളൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വാരിയേഷനും ഉണ്ടാവാം അല്ലെ? അമ്മമാരിൽ നിന്ന് അച്ഛന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് വാരിയേഷൻ എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഹെറിഡിറ്റി, പാരമ്പര്യം, വാരിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യതിയാനം. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ഒരു ശാഖയാണ്, ശാസ്ത്രശാഖയാണ്. അത് എന്തിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്? ജീനുകളെ പറ്റിയിട്ട്, ഹെറിഡിറ്റിനെ പറ്റിയിട്ട്, വാരിയേഷനെ പറ്റിയിട്ട്, ജീനുകളെ പറ്റിയിട്ട്, പാരമ്പര്യത്തെ പറ്റിയിട്ട്, പിന്നെ വ്യതിയാനത്തെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ജനറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗ്രെഗർ ജോൺ മെന്റൽ ആണ്. ഓക്കെ, പിന്നെ 2 തരത്തിലുള്ള ക്രോസുകളുണ്ട്. മോണോ ഹൈബ്രിഡ് ക്രോസ്, ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്റ്റഡ് ബൈ കൺസിഡറിങ് എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. അതായത് സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടിയത്, ഹൈറ്റ് കുറഞ്ഞത്. ഹൈറ്റ് ആണ് നമ്മൾ എടുക്കുന്ന ട്രേറ്റ്, അതിന്റെ കോൺട്രാസ്റ്റിംഗ് ആണ് ഹൈറ്റ് കൂടിയത് കുറഞ്ഞത്. കോൺട്രാസ്റ്റിംഗ് മീൻസ് ഓപ്പോസിറ്റ് എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈറ്റ് മാത്രമാണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹൈറ്റ് കൂടിയത്, ഹൈറ്റ് കുറഞ്ഞത്, ഇങ്ങനെ ഒരു സാധനം, ഒരു കാര്യം മാത്രമാണ് നമ്മൾ, ഉയരം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രേറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ നീളവും വിത്തിന്റെ ഷേപ്പും 2 കാര്യങ്ങൾ തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, 2 ട്രേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയാ.
മനസ്സിലായല്ലോ. സോ മോണോഹൈബ്രിഡ് ക്രോസ് എന്താണ്? ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് കണ്ടക്ടഡ് ബൈ കൺസിഡറിംഗ് എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. Okay, a gene that determines a character can have different forms. These different forms of genes are called allele. നമ്മൾ പറഞ്ഞില്ലേ allele എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞതാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രം, ഒരു ട്രേറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത്. മനസ്സിലായല്ലോ. ഇതിന് രണ്ട് അലീലുകളുണ്ട്. കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളല്ലേ, രണ്ട് അലീലുകൾ ഉണ്ടാവും. ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞിട്ട് അലീലുകളല്ലേ, അതിനാണ് അലീൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, a gene usually has two alleles. രണ്ട് തരത്തിലുള്ള അലീലുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണെന്നുള്ളതാണ് കേട്ടോ. ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം. അതായത് നമ്മൾ F1 ജനറേഷൻ പറഞ്ഞില്ലേ, മോണോഹൈബ്രിഡ് ക്രോസിലെ F1 ജനറേഷൻ, മോണോഹൈബ്രിഡ് ക്രോസിലെ F1 ജനറേഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. അതായത് മെൻഡൽ ഉണ്ടല്ലോ, ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു തോട്ടപ്പയർ ചെടി എടുത്തു, പൈസം സറ്റീവം എന്ന് പറയുന്ന ഒരു തോട്ടപ്പയർ ചെടി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഒരു ലോങ്ങും ഒരു വലുതും ഒരു ചെറുതുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ടോളും ഒരു ഡ്വാർഫ് പ്ലാന്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന സമയത്ത് ആള് വിചാരിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒരു ഉയരം കൂടിയതും ഒരു ഉയരം കുറഞ്ഞതും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മീഡിയം ഹൈറ്റുള്ള സംഭവമാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ എന്ന് അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉയരം കൂടിയത് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉയരം കുറഞ്ഞത് കിട്ടുമായിരിക്കും. ഇങ്ങനെ 3 സാധ്യതകളാണ് ഉള്ളത്. അപ്പൊ മെന്റൽ ഇതുപോലെ പരീക്ഷണം നടത്തിയ സമയത്ത് ആൾക്ക് ഒന്നാമത്തെ തലമുറയിൽ കിട്ടിയതെല്ലാം എന്തായിരുന്നു? ഉയരം കൂടിയ പ്ലാന്റുകളായിരുന്നു. മനസ്സിലായോ? ഉയരം കൂടിയിട്ടുള്ള പ്ലാന്റുകളായിരുന്നു. അപ്പൊ ആൾ ചോദിച്ചു, ഇതെന്ത് പറ്റി? ഒരു ഉയരം കൂടിയതും ഒരു ഉയരം കുറഞ്ഞതും തമ്മിലല്ലേ ഞാനിപ്പോ ഹൈബ്രിഡൈസേഷൻ ചെയ്തത്, എന്നിട്ട് എന്തുകൊണ്ടാ എനിക്ക് ഉയരം കൂടിയ ചെടികൾ മാത്രം കിട്ടിയിട്ടില്ലേ? അപ്പൊ ആ ഒരു ട്രേറ്റിനെ പറയുന്നതാണ് ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, പ്രകട ഗുണം എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ ഗുണം കാണിച്ചില്ല, എന്തിന്റെ ഒരു ക്യാരക്ടർ കാണിച്ചില്ല, ഉയരക്കുറവിന് കാരണമായിട്ടുള്ള സംഭവം അവിടെ കാണിച്ചില്ല. അതിനെ പറയുന്നതാണ് റെസസീവ് ട്രേറ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രകട ഗുണം, ഗുപ്ത ഗുണം. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ ജനറേഷൻ വന്നപ്പോ, രണ്ടാമത്തെ ജനറേഷൻ എന്ത് ചെയ്തു? ആള് അതിനെ സെൽഫ് പോളിനേഷൻ ചെയ്തു. സെൽഫ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് തന്നെ സെൽഫ് പോളിനേഷൻ ചെയ്ത സമയത്ത് ആൾക്ക് 3 വലിയ ചെടികളും കിട്ടി, ഒരു ചെറിയ ചെടിയും കിട്ടി. ദാറ്റ് ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1 or 1:3. 1:3 മനസ്സിലായി, അല്ലെങ്കിൽ 3:1. 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും കിട്ടി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഫീനോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 3 വലിയ ചെടികളും കിട്ടി, ഒരു ചെറിയ ചെടിയും കിട്ടി എന്ന് പറഞ്ഞില്ലേ. ഇത് 3:1 എന്ന് പറയുന്നതിന്റെ ഫീനോടൈപ്പാ. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ടി ഇതൊക്കെ പറയുന്നതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ സ്മോൾ ടി ഇതാണ് ജീനോടൈപ്പ്. പക്ഷെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രകടമായിട്ടുള്ളതാണ് ഫീനോടൈപ്പ്. കേട്ടോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് പറഞ്ഞത്? ഇൻഹെറിറ്റൻസ് ഓഫ് 2 pairs of contrasting traits at the same plant. അപ്പോൾ ഒരു പ്ലാന്റിനെ തന്നെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രേറ്റുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഉയരം, അതുപോലെ തന്നെ വിത്തിന്റെ ആകൃതി, ഉരുണ്ടത്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഫ്ലവറിന്റെ കളർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടോ. So latest studies about the complex interactions among genes, environment and other factors revealed some of the limitations of Mendel's law. അതായത് മെന്റൽ കുറെ അനുമാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, കുറെ ഇൻഫറൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇതാണ് ശരിക്കുള്ള റൂൾ. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി? നമ്മുടെ മെന്റൽ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടു. എന്തായിരുന്നു അത്? സോ അങ്ങനെയുള്ളത് കണ്ടു. മെന്റലിന്റെ ലോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മെന്റലിന്റെ ലോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ജനറേഷനിൽ എന്താ കണ്ടത്? ഒരു പ്രകട ഗുണം, ഒരു ഡോമിനന്റ് ട്രേറ്റ് മാത്രമാണ് കണ്ടത്. ഗുപ്ത ഗുണം, റെസസീവ് ട്രേറ്റ് കണ്ടില്ല. അത് F2 ജനറേഷൻ ഫിലിയൽ 2-ലാണ് അത് കണ്ടത്. ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1 എന്നുള്ള അനുമാനങ്ങളൊക്കെയാണ്, ഇൻഫറൻസസ് ഒക്കെയാണ് നമ്മുടെ മെന്റൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുണ്ടായി? കുറെ കഴിഞ്ഞപ്പോൾ കുറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദർ വർ സം ലിമിറ്റേഷൻസ് ഓഫ് ദി മെന്റൽസ് ലോ. അപ്പൊ മെന്റലിന്റെ ലോസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഗേവ് റൈസ് ടു ദി കോൺസെപ്റ്റ് ഓഫ് നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ്. അങ്ങനെയാണ് നമ്മൾ നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിലെന്തൊക്കെയുണ്ട്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഒന്നാമത്താണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ആൻഡ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. എന്തായിരുന്നു? ഡോമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദി അലീൽ ഓഫ് ദി റെസസീവ് ട്രേറ്റ്. നമ്മൾ പറഞ്ഞു മെന്റൽ പറഞ്ഞെന്താ? ഒരെണ്ണം ഡോമിനന്റ് ട്രേറ്റ് അത് മാത്രമേ കാണുള്ളൂ, മറ്റേ റെസസീവ് ട്രേറ്റ് കാണില്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ പറയുന്നത് എന്താ? പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി, ഒരു ഡോമിനന്റ് ട്രേറ്റിന്, ഒരു റെസസീവ് ട്രേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഹൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? സോ അത് പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു
പ്രകട ഗുണത്തിന് ഒരു ഗുപ്ത ഗുണത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, എ ഡോമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദി അലീൽ ഓഫ് ദി റെസസീവ് ട്രേറ്റ്. ഇനി കോ ഡോമിനൻസ് പറഞ്ഞാൽ ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദർ ട്രേറ്റ് അറ്റ് ദ സെയിം ടൈം. രണ്ട് അലീലുകളും നമ്മൾ പറഞ്ഞത്, നമ്മുടെ മെന്റൽ പറഞ്ഞെന്താ, ഒരു അലീലിന്റെ ഒരു ട്രേറ്റ് മാത്രമേ കാണുള്ളൂ എന്നല്ല പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, രണ്ട് അലീലുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നുണ്ടെങ്കിൽ അതിനാണ് കോ ഡോമിനൻസ് പറയുന്നത് കേട്ടോ. ഇനി ദ പ്രോസസ് ദാറ്റ് കോസ് വേരിയേഷൻസ് ഇൻ ഓർഗാനിസംസ്, recombination of alleles during fertilization, crossing over, mutation, etc. അതായത് ദ പ്രോസസ് ദാറ്റ് കോസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം, സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവജാലങ്ങളിൽ വ്യത്യസ്തത വരണമെങ്കിൽ, അടുത്ത തലമുറയിലായിട്ടൊക്കെ വ്യത്യസ്തത വരണമെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി അതിന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. റീകോമ്പിനേഷൻ ഓഫ് അലീൽ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് അലീലുകളുടെ റീകോമ്പിനേഷൻ മാറി മാറി വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് പുതിയ പുതിയ വേരിയേഷൻ ഉണ്ടാവുന്ന ഓർഗാനിസംസിൽ. പിന്നെ പറഞ്ഞു ക്രോസിംഗ് ഓവർ, പിന്നെ പറഞ്ഞു മ്യൂട്ടേഷൻ, ഇത്രയൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്താന്ന് പറയാം. ഇനി ഇവിടെ ഇത് നോക്കിക്കേ, ഈ ഒരു ഭാഗം നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഖയാസ്മ, വാട്ട് ഈസ് ഖയാസ്മ? ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദി പെയർഡ് ക്രോമസോംസ്. പെയർഡ് ക്രോമസോംസ് ഉണ്ടല്ലോ, പെയർ ചെയ്യുന്ന ക്രോമസോമുകൾ, അവർ തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗത്തിന് പറയുന്നതാണ് എന്ത് പറയുന്നത്, ഖയാസ്മ എന്ന് പറയുന്നത്. നോക്കിയേ, ക്രോസിംഗ് ഓവർ എന്തുട്ടാ, ക്രോസിംഗ് ഓവർ ദ ക്രോമാറ്റിഡ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ. അതായത് എവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നത്, ഖയാസ്മ എന്ന് പറഞ്ഞില്ലേ, രണ്ടും തമ്മിൽ കൂടി ചേർന്ന ഭാഗം ഉണ്ടല്ലോ ഖയാസ്മ, അവിടെ വെച്ചിട്ട് ക്രോമാറ്റിഡുകൾ ബ്രേക്ക് ആവുകയും ആൻഡ് ദി ബ്രോക്കൺ സെഗ്മെന്റ്സ്, അങ്ങനെ ബ്രേക്ക് ആയിട്ടുള്ള സെഗ്മെന്റുകൾ ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. ആൻഡ് ദിസ് എക്സ്ചേഞ്ച് കോസസ് റീകോമ്പിനേഷൻ ഓഫ് അലീൽ. അങ്ങനെയാണ് അലീലുകളുടെ റീകോമ്പിനേഷൻ ഉണ്ടാവുന്നത്. മ്യൂട്ടേഷൻ ആണ്. ഇറ്റ് ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. അപ്പോൾ ഒരു ജീവിയുടെ ജനിതഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തിന് പറയുന്നതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് കാരണം ഉണ്ടാവുന്ന പല തരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എന്താണ് റേഡിയേഷൻ, കെമിക്കൽസ്, അങ്ങനെയുള്ളതൊക്കെ മ്യൂട്ടേഷന് കാരണമാകും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.